പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കരണം അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി UDF കൗൺസിലർമാർ രംഗത്തെത്തി. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് നഗരസഭാ ഭരണസമിതിയും പോലീസും നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ അശാസ്ത്രീയമാണെന്നും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് UDF കൗൺസിലർമാർ രംഗത്തെത്തിയത്. പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടും ഗതാഗത പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും ആയില്ല. ദൈനംദിനം യാത്രാക്ലേശം വർദ്ധിച്ചു വരികയാണ്. നഗരസഭയുടെ ഗതാഗത പരിഷ്കാര തീരുമാനങ്ങൾ ചെറുകിട കച്ചവട മേഖലയെ തകർക്കുന്നുവെന്നും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി കൗൺസിൽ യോഗം കൂടണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് KR നാരായണസ്വാമി പറഞ്ഞു. അവരെയൊക്കെ നോക്കുകുത്തികളാക്കി ധിക്കാരപൂർവം പട്ടാമ്പിയിലെ ട്രാഫിക് അതോറിറ്റി എടുത്ത തീരുമാനം ജനങ്ങളെ വലക്കുന്ന തരത്തിലാണ്. പട്ടാമ്പി ടൗണിൽ വേണ്ടത്ര സിഗ്നേച്ചർ ബോർഡുകളോ പാർക്കിംഗ് ഏരിയകളോ വ്യക്തമായി തീരുമാനിച്ചു നൽകാതെ, മുൻകാലങ്ങളിലൊക്കെ അത് വ്യക്തമായി തീരുമാനിച്ചു നൽകി, വ്യക്തമായ പാർക്കിംഗ് ഏരിയകൾ നൽകി, പിക്കപ്പുകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം, ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം, എല്ലാ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം, ഇതൊക്കെ വ്യക്തത ഉണ്ടായിരുന്നു. മുമ്പൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർമാന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പിക്കപ്പ് തൊഴിലാളികളെയും വ്യാപാരികളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തിട്ടാണ് അതൊക്കെ നിശ്ചയിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ തെരഞ്ഞെടുത്ത നഗരസഭാംഗങ്ങളെ നോക്കുകുത്തികളാക്കി സ്വന്തം ഇഷ്ടത്തിലും ധിക്കാരത്തിലുമാണ് ഇപ്പോൾ ട്രാഫിക്കിന്റെ പരിഷ്കാരം നടപ്പാക്കിയിരുന്നത്. അതിന്റെ തിക്തഫലം പട്ടാമ്പിയിലെ ചെറുകിട വ്യാപാരികൾ കൂടുതൽ അനുഭവിക്കുന്നത്. ഇപ്പൊ പട്ടാമ്പിയിൽ 4-5 മാളുകളുണ്ട്. ആ മാളുകളെ സംബന്ധിച്ചുള്ള അതിനൊക്കെ വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പക്ഷേ 2000-ലധികം വരുന്ന ചെറുകിട വ്യാപാരികൾക്ക് അങ്ങനെ വലിയൊരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളില്ല. അപ്പൊ ഏത് കട മുമ്പിൽ ഒരു വളം മേടിക്കാൻ നിന്നാലും ഒരു പേസ്റ്റ് മേടിക്കാൻ നിന്നാലും അതിനൊക്കെ 20 രൂപ കൊടുക്കണമെങ്കിൽ 500 രൂപ അതിൻ്റെ ഒപ്പം പിഴ അടയ്ക്കേണ്ട സംവിധാനമാണുള്ളത്. ഇത് എവിടുത്തെ ന്യായമാണ്? എന്താണ് ഇതിന്റെ അവസ്ഥ? അപ്പൊ ഇത് ജനങ്ങളെ വളരെയധികം പ്രതിഷേധമാണ്. വലിയ വാടക കൊടുത്ത് കച്ചവടം. ഗതാഗത പരിഷ്കരണം എന്ന പേരിൽ ചെയർപേഴ്സന്റെ തന്നിഷ്ടമാണ് നടക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ട്രാഫിക് പരിഷ്കരണത്തിൽ സമൂഹത്തിന്റെ സർവ്വമേഖലയിലെയും ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നും തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും മുസ്ലിം ലീഗ് നേതാവ് CA റാസി പറഞ്ഞു. അശാസ്ത്രീയമായ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർക്ക്, ഇവിടെയുള്ള കാൽനട യാത്രക്കാർക്ക്, ഇവിടെയുള്ള വാഹന ഗതാഗതത്തിലൂടെ കടന്നു വരുന്ന 10,000-കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. മേലെ പട്ടാമ്പി മുതൽ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് കടക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 3/4 മണിക്കൂർ നേരം സമയമെടുക്കുന്ന ഒരു വലിയ ദുരവസ്ഥ ഇന്ന് നിലനിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് UDF തീരുമാനം. ഇത് ജനങ്ങളെ വല്ലാതെ വലക്കുന്ന, വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നിലവിൽ നഗരസഭാ ഭരണ സംവിധാനം എടുക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇത് അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടാനുണ്ടായ കാരണം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ കൗൺസിൽ അടിയന്തരമായി ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ അപേക്ഷ നൽകി. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.